ഹായ് ഓൾ ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൗ ടു ഡ്രോ എ സ്ലോപ്ഡ് റൂഫ് പ്ലാൻ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പലരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് സാറെ സ്ലോപ്ഡ് റൂഫ് വരയ്ക്കുക, അതിന്റെ എലിവേഷൻ എങ്ങനെ വരയ്ക്കുക, അതിന്റെ പ്ലാൻ എങ്ങനെ വരയ്ക്കുക എന്നൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു, ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതില് നമുക്ക് പലതരത്തിലുള്ള റൂഫിംഗ് സിസ്റ്റങ്ങൾ കൊടുക്കാറുണ്ട്. ഫ്ലാറ്റ് റൂഫ്, കർവ്ഡ് റൂഫ്, സ്ലോപ്ഡ് റൂഫ് ഒക്കെ കൊടുക്കാറുണ്ട്. അതിൽ പൊതുവേ എല്ലാവരും ഡ്രോയിങ് വരയ്ക്കുമ്പോൾ എളുപ്പത്തിനായിട്ട് നമ്മുടെ ഫ്ലാറ്റ് റൂഫാണ് വരയ്ക്കാറ്. കാരണം കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട്. പലപ്പോഴും സ്ലോപ്ഡ് റൂഫ് വരയ്ക്കുമ്പോൾ അതിന്റെ സെക്ഷൻ ആയാലും എലിവേഷൻ ആയാലും പ്ലാൻ ആയാലും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതിന്റെ കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാവാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്ലാൻ വരച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ ഈ കമന്റ്സിലൂടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണയായിട്ട് നമുക്ക് ഇപ്പോൾ 4 എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നിങ്ങൾ എക്സാമ്പിൾ 1, 2 ഒക്കെ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വരയ്ക്കാനൊക്കെ. ഒരു എക്സാമ്പിൾ 3, എക്സാമ്പിൾ 4 ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ഇതെങ്ങനെ സ്ലോപ്പ് കൊടുക്കാന്നുള്ള കൺഫ്യൂഷൻസ് വരാറ്. പലപ്പോഴും പല വീഡിയോസ് ഓൾറെഡി ഇതിനെപ്പറ്റി പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അവോയ്ഡ് ചെയ്ത് വെച്ചത്. പക്ഷേ നമ്മുടെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന 4 എക്സാമ്പിൾ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ 1 എന്ന് പറയുന്നത് സാധാ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് വരച്ചിട്ടുള്ളത്. പൊതുവേ സ്ക്വയർ പ്ലാൻ ആകുമ്പോൾ നമുക്ക് റൂഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ 45 ഡിഗ്രിയിലാണ് സ്ലോപ്പിന്റെ ഇൻക്ലിനേഷൻ വരയ്ക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് പല രീതിയിൽ 45ന്റെ ലൈൻ വരയ്ക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിക്കാം. XL എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ ലൈൻ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിരുന്നു. മുന്നേയുള്ള പ്രീവിയസ് വീഡിയോസ് നോക്കുക. നമ്മൾ 10, 30, 40 കമാൻഡ്സ് ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ 7ാമത്തെ വീഡിയോ ആണ് ഓട്ടോകാഡ് സംബന്ധിച്ചിട്ട്. അപ്പോൾ മുൻ വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ കമാൻഡ്സും അത്തരത്തിലുള്ള എല്ലാ പ്രാക്ടീസുകളും അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ XL എൻ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കാനുള്ള ഓപ്ഷനാണ്. XL എൻ്റർ കൊടുത്താൽ നമുക്ക് ഹോറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ H എൻ്റർ എന്ന് കൊടുത്താൽ മതി, വെർട്ടിക്കൽ ആണെങ്കിൽ V എൻ്റർ എന്ന് കൊടുത്താൽ മതി. നമുക്ക് ഇംഗ്ലണ്ട് ആണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്ന A എൻ്റർ കൊടുക്കുക. ഓക്കെ, XL എൻ്റർ കൊടുത്തതിന് ശേഷം A എൻ്റർ കൊടുത്തതിന് ശേഷം എത്രയാണ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ 45 ആണ് സാധാരണ പ്ലാൻ കൊടുക്കാറെങ്കിൽ 45 അടിച്ചു കൊടുത്താൽ 45 ഇൻക്ലിനേഷനിൽ നമുക്ക് ഒരു ലൈൻ ഇൻഫിനിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ നമുക്ക് 45 ആണെങ്കിൽ ജസ്റ്റ് 45 എന്നുള്ള ആ കറക്റ്റ് കോർണർ നമ്മളിപ്പോൾ സൺഷെയ്ഡിന്റെ പ്രൊജക്ഷൻ അടക്കം തള്ളിയിട്ടുള്ള റൂഫ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുമല്ലോ, അതടക്കം വെച്ചിട്ടുള്ള ഒരു 2 അടിയോളം പ്രൊജക്ട് ചെയ്തിട്ടുള്ള ലൈനാണ് ഈ ഡോട്ട് ലൈനായിട്ട് വരച്ചിട്ടുള്ളത് സൺഷെയ്ഡിന്റെ. ഓക്കെ, അതിന്റെ ഒരു എൻഡിൽ നമ്മൾ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ഒരു അടുത്തൊരു ഇൻക്ലിനേഷൻ, അതായത് ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് വേണം അല്ലെ, ഇത്തരത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ XL എൻ്റർ A എൻ്റർ -45 കൊടുത്തു. അപ്പോൾ ഇൻക്ലിനേഷനിൽ ഇങ്ങനെ നമുക്ക് ഈ കോർണറിൽ കൊണ്ടു വെച്ചു. അപ്പോൾ XL എൻ്റർ A എൻ്റർ. ഓക്കെ, അത് 45 ആദ്യത്തെ ലൈന് നെഗറ്റീവ്, മറ്റേത് എന്ത് ചെയ്തു -45 കൊടുത്തപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ലൈനുകളൊക്കെ നമുക്കിത് ഓഫ്സെറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇത് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫില്ലറ്റ് ആണ്. ഞാൻ ഫില്ലറ്റ് പഠിപ്പിച്ചിരുന്നു 2ാമത്തെ വീഡിയോയിൽ ഫില്ലറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. F എൻ്റർ. ഓക്കെ, F എൻ്റർ കൊടുത്ത് ഈ ലൈനും സെലക്ട് ചെയ്ത് കൊടുത്താൽ അവ തമ്മിൽ ഇതിങ്ങനെ ഫില്ലറ്റ് ചെയ്ത് വന്ന് കിടക്കും. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഈ ഡയറക്ഷനിൽ നമുക്ക് വെക്കണം. അതിന് നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇനി ഇതുപോലെ തന്നെ വരയ്ക്കണമെന്നില്ല. ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് മിറർ ചെയ്താൽ മതി. MI എൻ്റർ. ഓക്കെ, MI എൻ്റർ. ഞാൻ കമാൻഡ്സിലേക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത് നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. MI എൻ്റർ കൊടുത്തു. റെഫറൻസ് പോയിന്റ് വേണം തൽക്കാലം. ഈ ഒരു ലൈനിന്റെ സെന്റർ പോയിന്റ് ഇങ്ങനെ നോക്കുക, ഇതാണ് മിഡ് പോയിന്റ് അല്ലെ. അവിടെ ക്ലിക്ക് ചെയ്തു. ഇത് ഇങ്ങോട്ട് മൗസ് പോയിന്റർ നീക്കിയപ്പോൾ ഇതേ അങ്ങനെ വന്ന് കിടക്കുന്നു. കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇതേ കറക്റ്റ്. ഇതിപ്പോൾ സ്ക്വയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് ഒരു സെന്റർ പോയിന്റിലേക്ക് 4 ഫേസിൽ നിന്നും സെന്റർ ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന തരത്തിലുള്ള റൂഫാണ് ഈ സ്ക്വയർ ആയിട്ടുള്ള പ്ലാനിന് വരിക അല്ലെ. അപ്പോൾ ഇതാണ് ഈ പറയുന്ന റൂഫിന്റെ പ്ലാൻ വ്യൂ. ഇങ്ങനെ വരും നിങ്ങൾക്ക് അതിന്റെ റൂഫ് പ്ലാൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത ഒരു എക്സാമ്പിൾ 2 ഇടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇതിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാനുണ്ട്. ഞാൻ XL എൻ്റർ, അതായത് കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുന്നില്ല, 45 ലൈൻ ഇതിൽ നിന്ന് നമുക്ക് എടുക്കുകയാണ്. ഈ ഒരു പ്ലാനിൽ നമുക്ക് നോക്കാം.
ആദ്യത്തെ ലൈൻ വെച്ചു, രണ്ടാമത്തെ കോർണറിൽ നമ്മൾ 45 ലൈൻസ് വയ്ക്കുകയാണ്. 45 ലൈൻ കൊണ്ടുവച്ചു. നമ്മുടെ സെയിം പ്ലാനിൽ നിന്നുള്ള ചെറിയ മാറ്റങ്ങളായതുകൊണ്ടായിരിക്കാം അത് സെയിം ആയിട്ട് ജോയിൻ ചെയ്തു, ഫില്ലറ്റ് ചെയ്ത് കിടക്കുന്ന മാതിരി വന്നു. ഇനി നമുക്ക് മിറർ ചെയ്യാം അല്ലേ. ഈ ലൈൻ നമുക്ക് MI എൻ്റർ കൊടുക്കാം. ഈ ലൈനിന്റെ സെന്ററിൽ വെച്ചിട്ട് നമ്മൾ മിറർ ചെയ്തു. മിറർ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻസ് പലതും വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇംഗ്ലൈൻഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. നിങ്ങൾ F8 എന്ന് പറയുന്നത് ഓൺ ആക്കിയിടുക. ഓക്കെ, F8 ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ലൈനിൽ വന്ന് എടുക്കും. കണ്ടോ, മൗസ് പോയിന്റർ നീക്കുമ്പോൾ കറക്റ്റ് ലൈനിൽ വന്ന് എടുക്കും. F8 ഓൺ ആക്കിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ എൻ്റർ കൊടുക്കുന്നു, അതായത് പേസ്റ്റ് ആയി. ഇപ്പോൾ ഇത് സ്ക്വയർ അല്ല, റെക്ടാങ്കിൾ ആയതുകൊണ്ടാവാം ഒരു സംതിങ് ഒരു റിഡ്ജ് പോലെയുള്ള പോർഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ എൻ്റർ കൊടുത്ത് നമ്മളത് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അത് നമുക്ക് എന്ത് ചെയ്യാം, അതും ഇംഗ്ലൈൻഡ് ലൈൻ ആക്കണമെങ്കിൽ, ഈ ഡോട്ട് ലൈൻ ആക്കണമെങ്കിൽ MA മാച്ച് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. മാച്ച് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ MA എൻ്റർ കൊടുത്ത് സെലക്ട് സോഴ്സ് ഒബ്ജക്റ്റ് ആൻഡ് സെലക്ട് ഏത് ഒബ്ജക്റ്റിലേക്കാണ് അത് കോപ്പി ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അതിലേക്ക് ആ ലൈനിന്റെ ലൈൻ ടൈപ്പ് കൂടി കോപ്പി ആയി കിട്ടി. അപ്പോൾ നമ്മൾ എക്സൽ എൻ്റർ എന്ന കൺസ്ട്രക്ഷൻ ലൈൻ ഫില്ലറ്റ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ എന്താ മാച്ച് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് പഠിച്ച കമാൻഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലാണ് ഈ പറയുന്ന എക്സാമ്പിൾ 2 നോക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾ 3 നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെറിയ ചെറിയ കട്ടിങ് കണ്ടു വന്നിട്ടുണ്ട്. അതാണ് എക്സാമ്പിൾ 3 ആയിട്ടുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഒന്ന് വരച്ചു നോക്കാം അല്ലേ. നമുക്ക് ആദ്യത്തെ ലൈൻ നമ്മൾ കോപ്പി എടുത്തു, ഫസ്റ്റ് ലൈൻ കോപ്പി എടുത്ത് കൊണ്ടുവച്ചു. ദെൻ രണ്ടാമത്തെ ലൈൻ 45 ഇൻക്ലിനേഷനിലെ ലൈൻ നമുക്കിത് ഈ പറയുന്ന പോയിന്റിൽ F8 ഓഫ് ചെയ്യുക കേട്ടോ. ഓക്കെ, കൊണ്ടുവച്ചു. ദെൻ ഇതുപോലെ തന്നെ ഏതൊക്കെ ഈ സൈഡ് കോർണർ ഉണ്ടോ അതിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ലൈൻ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, ദെൻ ഈ പറയുന്ന ഒരു 45ലുള്ള ലൈൻ നമ്മൾ ഈ കോർണറിൽ കൊണ്ടുവച്ചു. ഓക്കെ, ദെൻ ഈ 45 ഇൻക്ലിനേഷനിലുള്ള ലൈൻ നമ്മൾ ഈ കോർണറിൽ കൊണ്ടുവച്ചു. ഇതും കമ്പാരിറ്റീവ്ലി ചെറിയൊരു പ്ലാൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാനുവലി ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി നോക്കാം. ഓക്കെ, ആദ്യത്തെ ഈ രണ്ട് ലൈൻ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് വരുന്നത് ഈ റിഡ്ജ്, ഈ രണ്ട് ലൈൻ കൂട്ടിമുട്ടിയ പോർഷനിൽ നിന്ന് ഒരു റിഡ്ജ് വരുന്നുണ്ട്. ആ റിഡ്ജ് നമുക്ക് വരച്ചാൽ ഈ ലൈനായിട്ട് കൂട്ടിമുട്ടുന്നത് കാണാം. ഓക്കെ ഓക്കെ ദെൻ ഇനി നമുക്ക് ഇവിടെ ഒരു ഇൻക്ലിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഇൻക്ലിനേഷൻ ആണ്. അതിപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ നമുക്കിപ്പോൾ ഈ രണ്ടും കൂടിയ പോർഷനിൽ ഒരു റിഡ്ജ് വരയ്ക്കാം. ഓക്കെ, റിഡ്ജ് വരച്ചതിന് ശേഷം ഫില്ലറ്റ് F എൻ്റർ കൊടുത്ത് രണ്ട് ലൈൻ വരച്ച് ഇങ്ങനെ ഫില്ലറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന്ന് സെൻറ്റർ പോയിന്റിൽ നിന്ന് റിഡ്ജ് വരച്ചു, അത് നമ്മൾ ഫില്ലറ്റ് ചെയ്തു. ഈ ലൈനും വെച്ച് ഫില്ലറ്റ് ചെയ്തു. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. ഇതിൽ നമുക്ക് എന്താ ഈ ഇൻക്ലൈൻഡ് ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം കുട്ടിമുട്ടിയിരിക്കുന്ന പൊസിഷനിൽ. ഇപ്പോൾ നമുക്ക് എന്തായി ഇവിടുത്തെ സ്ലോപ്പ് പ്രൂഫ് കിട്ടി. മാച്ച് പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് നമുക്ക് അതിനെ ഇമേഷൻ വയ്ക്കാം. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്ലോപ്പ്, അപ്പോൾ ഇവിടെ ഒരു പ്രൊജക്ഷൻ വന്നപ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇങ്ങനെയായിരിക്കും ഇതിന്റെ സ്ലോപ്പ് വരിക അല്ലെ. മാച്ച് പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് ഈ ലൈൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൈൻഡ് ആക്കാം. ഓക്കെ, ഇനി ചിലപ്പോൾ ഇപ്പോൾ ഈ വരച്ച എക്സാമ്പിൾ 3 പലർക്കും ഇത് എങ്ങനെ പറ്റുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ പലരും പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം സിമ്പിളായിട്ട് നോക്കുക, എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള സിമ്പിൾ ടിപ്പ് ഇതാണ്. പോളി ലൈൻ എടുത്തുകൊണ്ട് ഇതിന്റെ ഔട്ടർ ലൈൻ ഒന്ന് വരയ്ക്കുക നിങ്ങൾ. ഇപ്പോൾ ഇപ്പോൾ ഈ പ്ലാൻ ഞാൻ ഈ റൂഫ് ലൈൻ വരച്ചല്ലോ സ്ലോപ്പ്ഡ്, അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ സ്ലോപ്പ് എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് പോളി ലൈൻ എടുത്തുകൊണ്ട്, പലരും പഠിപ്പിച്ചിട്ടുള്ള ടിപ്പ് തന്നെയാണ്, എന്നാലും ഞാൻ ഈ വീഡിയോയിൽ പറയാതെ പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് പോളി ലൈൻ എടുത്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു ലൈൻ ഔട്ടർ ലൈൻ വരച്ചു. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, CO എൻ്റർ, കോപ്പി CO എൻ്റർ, മിറർ കോപ്പി, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. മുൻ വീഡിയോസ് നോക്കാം. ഇതേ കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി സിമ്പിളായിട്ട് ഇത് ഇങ്ങനെയാണ് നമുക്ക് ഒന്ന് ക്ലാരിറ്റി എല്ലാം ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഓഫ്സെറ്റ് ചെയ്യാം. ഈ പോളി ലൈൻ ഒന്ന് ഓഫ്സെറ്റ് ചെയ്യുക. O എൻ്റർ ഒരു 10ഓ 12ഓ അടിക്കുക, 10 മതി. 10 എൻ്റർ കൊടുക്കുക. ഓഫ്സെറ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. O എൻ്റർ, ദെൻ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ദെൻ നമ്മൾ ഏത് ഒബ്ജക്റ്റിനാണ് ഓഫ്സെറ്റ് ചെയ്യാൻ ആ ലൈൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന ശേഷം ഉള്ളിലേക്കാണ് പുറത്തേക്കാണ് എവിടേക്കാണോ ഡയറക്ഷൻ ഓഫ്സെറ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ അവിടേക്ക് നോക്കി ക്ലിക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് 10 സെന്റിമീറ്റർ വന്നു അല്ലേ. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഓഫ്സെറ്റ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഓരോ തവണയും നമ്മൾ എന്ത് വേണം, O എൻ്റർ എടുക്കണം, ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യണം, സെലക്ട് ചെയ്യണം ഒബ്ജക്റ്റ്. അത് കൂടുതൽ ഓഫ്സെറ്റ് വീണ്ടും ചെയ്യാതിരിക്കാം. മൾട്ടിപ്പിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ. അതായത് നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന ശേഷം നമുക്ക് M എൻ്റർ എന്ന് അഡീഷണൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് O എൻ്റർ, ദെൻ
എത്രയാണ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് 10 ആണ്, 10 എൻ്റർ കൊടുക്കുക. സെലക്ട് ദ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ഏത് ഡയറക്ഷനാണ് ക്ലിക്ക് ചെയ്യാറ് പതിവ്. ആ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എം എൻ്റർ എന്നും കൂടി അഡീഷണൽ കൊടുക്കുക. മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ഓഫ്സെറ്റുകൾ പഠിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക വീഡിയോസ് നിങ്ങൾ നോക്കുമല്ലോ. ഈ എം എൻ്റർ എന്ന് കൊടുത്താൽ എന്താ പ്രത്യേകത, നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതേ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ 10 സെന്റിമീറ്ററിൽ ഇങ്ങനെ ലൈൻസ് ഓഫ്സെറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഈ വരച്ച റൂഫ് പ്ലാൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, നോക്കുക നിങ്ങൾ, ഇതാണ് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളത്. നോക്കിയേ, ഇങ്ങനെ ഒരു ഇൻക്ലിനേഷൻ വന്നു, ഇങ്ങനെ ഇൻക്ലിനേഷൻ വന്നു, അത് നേരെ സ്ട്രെയിറ്റ് വന്നു, ഇങ്ങനെ ഇൻക്ലിനേഷൻ വന്നു, സ്ട്രെയിറ്റ് വന്നു, ഇങ്ങനെ ഇൻക്ലിനേഷൻ വന്നു. അത് ഈ പറഞ്ഞ ഡ്രോയിങ് തന്നെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടുന്നില്ലേ, നമ്മൾ ഇത്തരം രീതിയിൽ പോളിലൈൻ ഇട്ടുകൊണ്ട് റൂഫ് സിസ്റ്റത്തിനെ വരച്ച് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ്. ഇപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഞാൻ ഇനി ഇൻഡിവിജ്വൽ എടുത്ത് പഠിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇപ്പോൾ നമുക്ക് പോളിലൈൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് വരയ്ക്കാം. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കുറെ കട്ടിങ്ങുകളുണ്ട്, 3ഓളം കട്ടിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് സിമെട്രിക് ഒന്നും അല്ല. അതുകൊണ്ട് നമുക്ക് പോളിലൈൻ സിസ്റ്റം തന്നെ ഉപയോഗിക്കാം അല്ലെ. ഒരുപാട് വട്ടം വരച്ചു തുടങ്ങിയാൽ പിന്നെ അതിന്റെ കൺസെപ്റ്റ് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ പോളിലൈൻ സിസ്റ്റം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും കേട്ടോ. തൽക്കാലം നമ്മൾ ഇങ്ങനെ സിസ്റ്റം ഉപയോഗിക്കുക പഠിക്കുന്ന സമയത്ത്. തൽക്കാലം നമ്മളിത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. നമ്മൾ സെയിം മെത്തേഡ് പോളിലൈൻ അതിന് ഓഫ്സെറ്റ് ചെയ്യാണ്. ഓ എൻ്റർ കൊടുത്തു. നമ്മൾ പോളിലൈൻ ഇട്ട് പുറത്ത് ചുറ്റുകൂടെ വരച്ചു. അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യാണ്. ഓ എൻ്റർ 10 എൻ്റർ കൊടുത്തു. ദെൻ സെലക്ട് ഒബ്ജക്റ്റ്, ദെൻ എം എൻ്റർ എന്നുകൂടി കൊടുത്തു. ദെൻ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഓഫ്സെറ്റ് ചെയ്യാണ് കേട്ടോ. നേരത്തെ ചെയ്ത് അതേ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ റൂഫ് സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് വട്ടം ഉള്ളിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഉള്ളിലേക്ക് ആഡ് ചെയ്ത് വരുന്ന കാണാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വന്നു. ഇനി നമുക്കിതൊന്ന് വരച്ചു നോക്കാം അല്ലേ. നമ്മൾ ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ എടുക്കുകയാണ്. കോപ്പി എടുത്തു, കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, കോപ്പി എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ദെൻ അതിന് ശേഷം പറയണത് ഈ റിഡ്ജ് ഇങ്ങനെ കുറെ ലൈനുകൾ കാണിക്കുന്നുണ്ട് അല്ലേ. ആ ലൈൻസ് ഒക്കെ നമുക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കാൻ നൽകി കേട്ടോ. ഇതേ കോപ്പി എടുക്കുകയാണ്. പറഞ്ഞ കോപ്പി എടുത്ത് നമ്മളിത് ഇതുപോലെ എല്ലാ പൊസിഷനിലും നമ്മളത് മാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നു. ദെൻ ബാക്ക് സൈഡുള്ള അതേ സ്ലോപ്പ് നമുക്ക് ഞാൻ തൊട്ട് മുന്നത്തെ വരയ്ക്കാം. അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സലൻഡർ കൊടുത്ത് എടുക്കാം കേട്ടോ. ദെൻ ഈ ഒരു കോർണറിൽ നിന്ന് വരുന്ന ലൈനും നമുക്ക് എടുത്ത് കൊടുന്ന് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ എങ്ങനെ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സാധാരണഗതിയിൽ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ റൂഫ് സ്ലോപ്പ്ഡ് ആണെങ്കിൽ അതിനൊരു സിമ്മട്രി ഉണ്ട്. പല വാസ്തു അളവുകൾ തന്നെ ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ റൂഫ് ഷേപ്പിലായിട്ട് വരുന്നത് കാണാം. പലപ്പോഴും നമ്മൾ റൂംസിന്റെ അളവ് നോക്കി വെറുതെ നമ്മളൊരു കാഷ്വൽ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂഫ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഒരു റേഷ്യോസ് ഉണ്ട്. അപ്പൊ അത് പണ്ടത്തെ ആശാരിമാര് തച്ചന്മാർക്കൊക്കെ അറിയാതെ റൂഫ് ആ കൂട്ടുമുട്ടുക എന്ന് പറയും അല്ലെ. അപ്പോൾ നല്ല രീതിയിലുള്ള പ്ലാൻ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫിനിഷിങ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാൻ സാധിക്കും അല്ലെ. അതേസമയം ഒരുപാട് എന്താ പറയുക, ഒരു സിമെട്രിക്കൽ അല്ല, ഈ ഡയമെൻഷൻസിന് ഒരു രീതിയിലല്ല എന്നുള്ള രീതിയിൽ നമ്മൾ വെറുതെ ഒരു കാഷ്വൽ ആയിട്ട് വരച്ചെങ്കിൽ നമുക്ക് അതിന്റെ ടോപ്പിൽ ഓരോ കോംപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇത് റൂഫ് വരയ്ക്കുമ്പോൾ തന്നെ സ്ലോപ്പ്ഡ്. അപ്പോൾ പ്ലാനും ആയിട്ട് ഇത് കണക്റ്റഡ് ആണെന്നുള്ള പ്രത്യേകം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ ആദ്യത്തെ ഇപ്പൊ ഇവിടെ നമുക്കൊരു ഇങ്ങനെ ഒരു റിഡ്ജ് വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു റിഡ്ജ് വന്നിട്ട് ഇതിനോട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒരു റിഡ്ജ് വരയ്ക്കുന്നു. ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിഡ്ജ് വരച്ച് നമ്മളിത് ഇതിനോട് ഫില്ലറ്റ് കൊടുക്കണം. എഫ് ഉണ്ട്. ഓക്കെ, ഫില്ലറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താ നോക്കാം. ഇവിടെ വീണ്ടും ഒരു ഇംഗ്ലൈൻഡ് ലൈൻ പോകുന്നുണ്ട്. അപ്പൊ ഇംഗ്ലൈൻഡ് ലൈൻ നമ്മളിത് ഈ ലൈൻ എടുത്ത് കോപ്പി ചെയ്ത് വെക്കുക. ഇംഗ്ലൈൻഡ് ലൈൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ലൈൻ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് F8 ഓൺ ഓഫും ചെയ്യേണ്ട ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുവന്ന് വെച്ചു. ഇതിലേക്കാണ് ഈ ലൈൻ വന്ന് കൂട്ടിമുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈൻസ് തമ്മിൽ എന്ത് ചെയ്തു, കൂട്ടിമുട്ടിയപ്പോൾ ഒരു റിഡ്ജ് വന്നു. ആ റിഡ്ജാണ് ഡയറക്റ്റ് ഇവനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇവിടുന്ന് വരുന്ന ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളിത് ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ റിഡ്ജ് വരച്ചു. ദെൻ നമ്മൾ ഇത് രണ്ടും കൂടി ഫില്ലറ്റ് ചെയ്യാണ്. ഫില്ലറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ലൈൻ ഏകദേശം പണികൾ കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ഫില്ലറ്റ് കൊടുത്താൽ നമുക്ക് ഇതും കറക്റ്റായി. ഇവിടെ നിന്ന് ഒരു റിഡ്ജ് വരുന്നുണ്ട് അല്ലെ. ഇവിടുന്ന് ഒരു റിഡ്ജ് വരുന്നതായിട്ട് അറിയാം.
ഇവിടുന്ന് ഒരു റിഡ്ജ് വരുന്നതായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഈ റിഡ്ജ് നമ്മൾ വരച്ചു വെച്ചു. ഇവിടെ എന്തൊക്കെയോ ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് കൂട്ടിമുട്ടുന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇതിനെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്ലാൻ നമ്മളൊരു അളവ് പ്രകാരം അത് കാണിച്ചു തരാനാണ് ഞാൻ പ്രത്യേകം ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെ പ്ലാൻ വെച്ചത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കലി ഒരു പ്ലാനും ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരാളാണ് വരയ്ക്കുമ്പോൾ ഈ റിഡ്ജൊക്കെ ചിലപ്പോൾ കണക്റ്റഡ് ആയിട്ട് പറഞ്ഞേക്കാം അല്ലെ. അപ്പൊ എപ്പോഴും ഈ റിഡ്ജും ഇതും ഒരേ ലൈനിൽ വരുന്ന ഡിഫറൻസ്, ഈ ഡിഫറൻസുകൾ വരുമ്പോൾ എന്താ ഇതിന്റെ എലിവേഷൻ സെറ്റ് ചെയ്യുമ്പോൾ ലെവൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് സൈറ്റിൽ വെക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് പ്ലാനുമായിട്ട് ഇത് കണക്റ്റഡ് ആണെന്ന് പ്രത്യേകം പറയാൻ കാരണം. ഇപ്പൊ നമുക്ക് തൽക്കാലം ഈ പ്ലാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക, അവിടെ ഭാഗത്തൊന്ന് നല്ലോണം സൂക്ഷിക്കുക, എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഇതില് നമുക്ക് ഈ ലൈനും ഈ ലൈനും തമ്മിൽ എന്ത് ചെയ്യുക, ഇതാണ് നമുക്ക് ഇൻക്ലിനേഷനിൽ വരുന്നത്. ഇനി നമുക്കിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമുക്ക് ഇതേ സ്ലോപ്പ് തന്നെ നമുക്ക് അവിടെ കുറച്ചേക്കാം. അപ്പോൾ ഈ പറയുന്ന ഇൻക്ലൈൻ ലൈൻ എടുത്ത് നമുക്ക് ഇവിടെ കൊണ്ട് വെക്കുക, ഫില്ലറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് കൂടി വന്നു. ഓരോ കട്ടിങ്ങും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ എന്താണ്, ഓരോ ലെവൽ ഡിഫറൻസ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പം ഇതിന്റെ റൂഫ് പ്ലാൻ വരിക. അപ്പോൾ നിങ്ങൾ ഈ കണ്ടതിന്റെ റൂഫ് പ്ലാൻ ഈ പറഞ്ഞ മാതിരിയാണ് വരിക. അപ്പോൾ ഇതൊക്കെ ഈ റിഡ്ജും ലെവൽ ഡിഫറൻസ് ഉണ്ട്, ഒന്ന് ഇറങ്ങിയിട്ടാണ് ഈ റിഡ്ജ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഇത് ഈ റിഡ്ജ് ഒരേ ലൈനിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഫാബ്രിക്കേറ്റ് ചെയ്യാനും കാണാനും ഒന്നുകൂടി ഭംഗിയുണ്ടായിരിക്കും. ഇത് കാണാൻ ഭംഗിയില്ലെന്നല്ല. അപ്പോൾ ഏത് തരത്തിലുള്ള പ്ലാൻ കിട്ടിയാലും നമ്മൾ ഇങ്ങനെ പോളിലൈൻ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതിന്റെ റൂഫ് സിസ്റ്റം ലേഔട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ നമുക്ക് ഓരോന്നിന്റെ ഇപ്പൊ നമ്മൾ ഈ വരച്ചതിന്റെ ഒക്കെ നമുക്ക് എന്ത് കിട്ടും, ഇതേ സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഈ രണ്ട് ഡ്രോയിങ് കൂടി നമുക്ക് പോളിലൈൻ നോക്കാം. ഇത്തരത്തിൽ നമുക്ക് ഇത് രണ്ടും ഡോട്ട് ലൈൻ കളയാനുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ ഓഫ്സെറ്റ് എൻ്റർ കൊടുത്തു. നമ്മൾ 10 കിടക്കുന്നുണ്ട് അല്ലേ, സെലക്ട് ചെയ്തു, എൻ്റർ. നമ്മൾ ആ വരച്ചത് കറക്റ്റ് അല്ലേ എന്നൊന്ന് വെരിഫൈ ചെയ്യിക്കുന്നതാണ്. കറക്റ്റ് തന്നെയാണ് അല്ലേ, കറക്റ്റ് ഒരു സെൻറ്റർ പോയിന്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് സ്ക്വയർ ആയതുകൊണ്ടാണ് കേട്ടോ അത്. ഓക്കെ, അടുത്തത് സ്ക്വയർ അല്ല, റെക്ടാങ്കിൾ ആയതുകൊണ്ട് ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നത് കാണാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ വരച്ചൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, എന്തെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. നമുക്ക് 4 എക്സാമ്പിൾ. ഇനി ഏത് തരത്തിലുള്ള ഇംഗ്ലൈൻഡ് അല്ലെങ്കിൽ റൂഫി സിസ്റ്റംസ് വന്നാലും നിങ്ങൾക്ക് പ്ലാനിൽ അത് വരയ്ക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമുക്ക് എലിവേഷനും അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, എലിവേഷനും നോക്കാനായിട്ട്. അപ്പോൾ പരമാവധി പ്ലാൻ വരയ്ക്കുമ്പോൾ ഇത് ഇത്തരം കംപ്ലീറ്റ് ആയിട്ടുള്ള റൂഫ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യണമെങ്കിൽ പ്ലാനുമായിട്ട് കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് റേഷ്യോ പരമാവധി വാസ്തു ഡയമെൻഷൻസ് ഒക്കെ ഒരുവിധം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറയുന്ന റൂഫി സിസ്റ്റം ഒക്കെ അതിനോട് മാച്ചായിട്ട് വരുന്നവർ കാണാൻ സാധിക്കും, വാസ്തു അളവുകൾ. അപ്പോൾ അത് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ബൈ എക്സ്പീരിയൻസ് തന്നെ ഡ്രോയിങ് വരച്ച് തന്നെ നമുക്കത് ക്ലിയർ ആക്കാൻ സാധിക്കും. ഇപ്പോഴിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള റൂഫി സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല, കാരണം കോണ്ടംപററി അതുപോലെ തന്നെ സ്ലോപ്പ്ഡ് മിക്സപ്പ് ആയതുകൊണ്ടൊക്കെ നമുക്ക് ഇത്തരം കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ കുറച്ച് ഒഴിവായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 4 എക്സാമ്പിളിലൂടെ എങ്ങനെയാണ് റൂഫ് പ്ലാൻ എങ്ങനെയാണ് നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ലൈൻ ഡയഗ്രം എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമെന്ന് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുമെന്ന് കരുതുന്നു. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യുമ്പോൾ കമന്റ്സിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സസ് നമ്മൾ എടുത്തു നോക്കുക ഓട്ടോകാഡിന്റെ. അതിൽ ഇതിന്റെ ഓരോ കമന്റ്സും പ്രാക്ടീസ് ചെയ്യുന്ന അതിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിലോ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. നമ്മൾ അതിന്റെ വീഡിയോ പ്രിപ്പയർ ചെയ്ത് ഇതിലൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.